നമ്മൾ പോകുന്നു ഒരു ഫാമിൽ. എന്ത് ഫാമാന്ന് ചോദിച്ചാൽ സ്ട്രോബെറി പറിക്കാൻ പോവാ ഗൈസ്. നമുക്ക് സർപ്രൈസ് വെക്കാൻ അറിയത്തില്ല ഗൈസ്. അപ്പോ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഫാമിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. 5 മിനിറ്റ് ലേറ്റാണ്. സോ അവിടെ ചെന്നിട്ട് നോക്കാം എന്താ സംഭവം. ആൾക്കാരൊക്കെ സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോകുന്നു. നമുക്കുണ്ടാവുമോ? അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം. എൻട്രൻസ് ബൈ അഡ്വാൻസ് ബുക്കിംഗ് ഓൺലി. ഇവിടെ ഈ ടൈം ഓഫ് ദ ഇയറിലെ ഫാമിംഗ് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വില സൺഫ്ലവറും ഉണ്ട്. മൈക്കിളെ സ്ട്രോബെറി പറിക്കാൻ പോവാണോ? മതി. അപ്പോൾ നമ്മൾ ഫാമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്. നിങ്ങളപ്പം ഫ്രണ്ടിൽ കണ്ടു കാണുമായിരിക്കുന്നു അല്ലേ? ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പം കാണാൻ പറ്റുന്നത് നമുക്കിന്ന് കാണാം. സ്ട്രോബെറി പറിക്കാനുള്ള എക്സൈറ്റ്മെന്റിൽ പോവാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ സ്ട്രോബെറി എവിടെയാണ് ഏറ്റവും അടിപൊളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴുത്ത സ്ട്രോബെറി കണ്ടുപിടിക്കാൻ ഇച്ചിരി ചലഞ്ചാന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ മൈക്കിളിനെ നോക്കിക്കൊണ്ടിങ്ങനെ പോവുകയാണ്. ഹോപ്പ്ഫുള്ളി സ്ട്രോബെറീസ് ഇങ്ങനെ കിടപ്പുണ്ട്. ചിലത് പാകമായില്ല, പാകമാകുന്നു. അപ്പം നമ്മളിതിൽ നിന്ന് തപ്പിയെടുക്കണം. ആദ്യം മണ്ണ് കണ്ടുപിടിക്കുന്നവന് ആദ്യം കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ നല്ല പഴുത്തത് നോക്കി ഇതിൽ നിന്ന് പറിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ഡാർക്ക് വൈൻ റെഡിലുള്ള പരുവത്തിൽ കിട്ടുകയാണെങ്കിൽ, ഈ പരുവത്തിലാണെങ്കിൽ നല്ല പഴുത്ത ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര വേണേലും പറിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം ഈ പാത്രത്തിൽ നമ്മൾ തൂക്കിയിട്ട് അതിൻ്റെ വില കൊടുത്താൽ മതി. ഇവിടുന്ന് എത്ര വേണേലും നമുക്ക് കഴിക്കാം. ആൾക്കാർ കൂടുതലായതുകൊണ്ട് നല്ല പഴുത്ത് നോക്കി കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി സ്പീഡിൽ കാര്യങ്ങൾ ചെയ്താലേ പറ്റൂ. എല്ലാവരും പറിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. നല്ല സാധനം. കൊള്ളാം, വെരി നൈസ്. ഇവിടെ ഏതായാലും എലിവേറ്റഡ് ഫാമിംഗ് ആണ്. ചില ഫാമുകളിൽ ഗ്രൗണ്ടിലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ എലിവേറ്റഡ് ആയതുകൊണ്ട് ഇറ്റ്സ് മച്ച് ബെറ്റർ. ഐ തിങ്ക് ഈസിയർ ടു പ്ലക്ക്. മൈക്ക് കഴിക്കണോ? മൈക്ക് കഴിച്ചോ? ഒരു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അല്ല, കഴിക്കാൻ നമുക്ക് കുഴപ്പമില്ല. ക്യാൻ ഈറ്റ്. അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. എലിവേറ്റഡ് ഫാമിംഗ് ആയതുകൊണ്ട് ദിസ് ഈസ് മച്ച് ബെറ്റർ ആൻഡ് യൂസ്ഫുൾ. അധികം കുനിയണ്ട. ഇങ്ങനെ ഈ ഇടവഴിയിൽ നിന്നൊക്കെ തപ്പി കുത്തി എടുത്താലേ നല്ലത് കിട്ടുള്ളൂ. ഇത് എമ്പിടിയുണ്ട് ഗൈസ്. പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ആയിട്ട് എമ്പിടിയുണ്ട്. ക്ഷമയോടെ നിന്ന് തപ്പി എടുക്കണം ഗൈസ്. ഇത് പുറമെ ഇങ്ങനെ വെയിലടിക്കുന്ന ഭാഗം റെഡായി, പക്ഷെ അടിഭാഗത്ത് വൈറ്റ് ആയിരിക്കും. അപ്പം അത്ര പഴുത്തിട്ടുണ്ടാവില്ല. ഇവിടെ കിടപ്പുണ്ട്. ഓ ഗൈസ്, മൈക്കിൾ അതിൻ്റെ അടിയിൽ കൂടെ ഓടി ഗൈസ്. മൈക്കിളെ, എടാ ഇത് കളിക്കാനുള്ള നേരമല്ല, ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വരാൻ. നിന്നെ
ഇങ്ങോട്ട് വാടാ. സ്ട്രോബെറി സ്ട്രോബെറി. ഓ മൈക്കിൾ കം ഓൺ. ഇതെന്നതാ ഇത്? ഡ്രസ്സെല്ലാം ചുമലയാക്കി വെച്ചിരിക്കുകയാണോ? അമ്മ ഏതായാലും വെള്ള ഡ്രസ്സ് ഇടിച്ച് വിടുകയും ചെയ്തു. ഓ ഗൈസ്, എലിവേറ്റഡ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുണ്ട് ഗൈസ്. പിള്ളേർ എടാ ഇങ്ങോട്ട് വാടാ. കുറച്ച് പ്ലക്ക് ചെയ്തു ഗൈസ്. എടി ഇത് എടുക്കല്ലോ, ഇത് പഴുത്തല്ല. ഞാനെടുത്ത് വീട്ടിൽ ചെന്നത് പഴുപ്പിക്കാം. അങ്ങനെ പഴുക്കല്ലത്. എടാ 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 ചുമ്മാ കണ്ട പാതെല്ലാം വലിച്ചു പറിക്കല്ലേ. എടേ എന്തുവാ ഇത്? ആ ഇത് പറിച്ചോ മൈക്ക്, ഇത് പറിച്ച്. ആ ഗുഡ് ബോയ്. ആ അത് മതിയേ. അത് പഴുത്തല്ല, അത് പഴുത്തല്ല. വാ, അത് പഴുത്തല്ല. ഇത് പഴുത്ത, അതേ ഇത്. അത് പഴുത്തല്ല. എന്നാ എന്നാ ഇതെടുത്തോ. എന്നാ വാ, പറിക്കുക കഴിക്കുക അല്ലേ മൈക്കിലേ? എത്ര വേണേലും പറിക്കാൻ, തിന്നാം. ആഹാ, വളരെ നല്ല ആചാരമാണിത് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെയൊക്കെ നല്ല പഴുപ്പുള്ള നോക്കി കിട്ടി. ഇനിയുണ്ട്. അവൻ വീണ്ടും പോയോ? ഒന്നോ ഗൈസ്, ഒരുപാടുണ്ട് ഗൈസ്. അപ്പം ഇത് എന്തുമാത്രം പറിക്കണം എന്തുമാത്രം പറിക്കണ്ടെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ പറിക്കുന്നതിന് അവിടെ തൂക്കി വിലയെടുക്കുക എന്നുള്ളതാണ്. കുറേ ഉള്ളത് കൊണ്ട് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യണം. സോ ഗൈസ്, ഈ ഒരു ബോക്സ് നിറയെ പറിച്ചു. നമ്മൾ ഇനിയും പറിക്കുന്നില്ല. ബാക്കി നമുക്ക് കഴിക്കാൻ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നിന്ന് കഴിച്ചു. ബാക്കി ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ ഇത് തൂക്കി ഇതിനുള്ള വിലയാണ് അവരിടുക. അതിൻ്റെ പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ വേറെ ഫ്രൂട്ട്സ് ഉള്ള ഓപ്ഷൻസ് നോക്കുവാണ്. മൈക്കിൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓടി. അപ്പോൾ റാസ്ബെറി ഉണ്ട്. ഇനിയിപ്പോൾ റാസ്ബെറിയുടെ അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. അവിടെ എങ്ങനെയാണ് സെറ്റപ്പ് നോക്കണം. അങ്ങോട്ട് പോവാണ് ഗൈസ്. മൈക്ക് മതി, നമ്മൾ നിർത്തുവാ. ബാ മതി, ഇനഫ് ഫോർ ടുഡേ. മൈക്ക് എടാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ അടിവഴി നോക്കിയാൽ കാണാം ഇങ്ങനെ സ്ട്രോബെറി എമ്പിടി കിടക്കുന്നത്. മുകളിലോട്ടൊക്കെ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടുത്തെ ഫാമിംഗ് എല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എൻ്റെ ചെടികളെല്ലാം വാടി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാസ്ബെറി ആണോ? അതെ, റാസ്ബെറി അവർ ചട്ടി പോലത്തെ സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതെ, ചട്ടി പോലത്തെ സെറ്റപ്പിലാണ് ഗൈസ്. കണ്ടോ റാസ്ബെറി കിടക്കുന്നത്. പക്ഷെ എല്ലാം വാടിയ പരുവത്തിലാണ്. നോക്കണം, നല്ലത് നോക്കി പറയണമായിരിക്കും ഗൈസ്. എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നല്ലത് നോക്കി റാസ്ബെറി പറിക്കട്ടെ ഗൈസ്. ഒരുപാട് റാസ്ബെറീസ് ഉണ്ട്. പ്ലക്ക് ചെയ്യാൻ വിചാരിച്ചതിലും പാടാണ്. ഞെക്കുമ്പോഴേ അങ്ങ് നീങ്ങിപ്പോവാണ് ഗൈസ് റാസ്ബെറി. സ്ട്രോബെറിയേക്കാളും ഭയങ്കര ഡെലിക്കേറ്റ് ആണിത്. പിന്നെ ഇതിൻ്റെ പാകം മനസ്സിലാവാനും ഇച്ചിരി കട്ട് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ നല്ല സാധനം, നല്ല രുചി, ടേസ്റ്റിയാണ്. ഭയങ്കര ഡെലിക്കേറ്റ് ആണെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ.
മൈക്കേ എടാ പറിച്ചിടുന്നത് മുഴുവൻ തിന്നുവാണോ? നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ദിസ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ടഫ്. കാരണം ഇതിങ്ങനെ പൊട്ടി പോവും. അതേ ഉള്ളൊരു പ്രശ്നം. എമ്പടി ഉണ്ട്. സോ മച്ച് പറയാനുണ്ട് ഗൈസ്. നല്ല പഴുത്തത് നോക്കി തപ്പി പിടിച്ച് പറിക്കണം. എമ്പടിയുണ്ട് ഗൈസ്, എമ്പടി. ബ്ലാക്ക്ബെറിയും ഇത് സിമിലർ കൈൻഡ് ഓഫ് ചെടിയാണ്. ഇതുപോലെ തന്നെ അതെനിക്ക് തോന്നുന്നത് റാസ്ബെറിയേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവുമാണ് ബ്ലാക്ക്ബെറി. പക്ഷേ വഴി സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണോ എക്സ്പെൻസീവ് അതറിയില്ല. അപ്പോൾ ഇതെല്ലാം ഒരേ കാറ്റഗറിയാണ്. കൈൻഡ് ഓഫ് നമ്മളോർക്കും തോണി ബ്രാഞ്ചസ് ആണ്, പക്ഷെ തോൺസ് ഒന്നും ഇല്ല. എല്ലാവരും സിമ്പിൾ ചെടികളാണ്, ബുഷ് കൈൻഡ് ഓഫ് ചെടി. ഇത് ഇവര് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചട്ടിയിൽ ചട്ടിക്കകത്ത് വെച്ചിട്ട് ഫ്രെയിം അടിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഫെൻസിങ് പോലെ കമ്പിയുണ്ട്, അതേ കൂടെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒറ്റ ലൈനിൽ. അതേസമയം സ്ട്രോബെറി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ബുഷ് പോലെയാണ്. അത് എലിവേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ മരം പോലെ കിട്ടത്തില്ല. ഇതിനൊരു വലിയ സ്റ്റെം തന്നെ ഉണ്ട്. പക്ഷെ സ്ട്രോബെറിക്ക് സ്റ്റെമ്മില്ല. കൈൻഡ് ഓഫ് ഒരു ചെറിയ ബുഷ് പോലെ ഇരിക്കുള്ളൂ. ബൈക്ക് നമ്മൾ നോക്കിയാണോ പറിക്കുന്നത്? ആണോ? ഇന്നത്തെ ലഞ്ച് നമ്മൾ ഇതാക്കി കഴിച്ചു. വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നതായിരിക്കും. One, 2, 3. അത് പറിക്കട്ടെ, പഴുത്ത പറിച്ചാൽ മതി. ഇതാണ് പഴുത്തത്. അതെ, 3, 4, 5. അയ്യോ 5 താഴോട്ട് പോയല്ലോ. എന്നാ മതിയേ, ബാ. അത് കളഞ്ഞരിച്ചിച്ച് മൈക്ക് പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ നടന്ന് കഴിച്ചോണ്ടും കൂടെ പോയാ പാത്രം അവസാനം എംറ്റി ആവും. മൈക്ക് ചിച്ചി എടാ നല്ലത് നോക്കി പറിച്ചേ. അത് പറിക്കണ്ട, അത് പഴുത്തല്ല. എടാ മതിയടാ. 1, 2. നല്ല പഴുത്താണല്ലോ. 3. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് ഇതാണ് സൺഫ്ലവറിൽ നിന്ന് തേൻ ഊരി കുടിക്കുന്ന തേനീച്ച. സൺഫ്ലവറാണ് ഗൈസ്, സൺഫ്ലവർ ഫാമിംഗ്. അത്യാവശ്യമുണ്ട്, അധികം ഇല്ലെങ്കിലും. കുറ്റാലം സൂര്യകാന്തി പാടത്തിൽ പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. ഏതായാലും ഇപ്പോൾ ഇവിടെ സാധിച്ചു. സീസൺ കഴിയാറായി, അതുകൊണ്ടായിരിക്കണം എല്ലാം വാടി തളർന്നൊക്കെ നിൽപ്പുണ്ട്. ചിലത് നല്ലതാണ്, ഇതൊക്കെ നല്ല നൈസായിട്ടുണ്ട്. പൊള്ളി. തേനീച്ചയുടെ പണി ചെയ്യുന്നുണ്ട്.
കുറച്ച് ഭാഗം സൺഫ്ലവർ നട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇതിൽ നിന്ന് പറിക്കാം. ഇതിനും എന്തോ പ്രൈസ് പറയുന്നുണ്ട്. ഇതും നമുക്ക് പറിക്കാം. എങ്ങനെയോ ഒരു വില ആദ്യമേ നമ്മൾ കണ്ടില്ലായിരുന്നു. അതനുസരിച്ചാണ് വില കൊടുത്താൽ മതി. ഇത് 2-3 ഫ്ലവേഴ്സിനായിരിക്കണം വില. സോ ഇത് നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ. സൺഫ്ലവറിൻ്റെ ക്ലോസപ്പ്. സൂര്യകാന്തി പൂന്തോട്ടത്തിൽ ഇനി എടുത്തോണ്ട് പോകുന്നതാണ് അതിനേക്കാളും വലിയ രസം. ഏതായാലും ഇത് കൊള്ളാം. സൂര്യകാന്തി കുറച്ചധികം ഉണ്ട്. മൂന്നാറ്റം വരെ കാണാം. കുറച്ച് ഭാഗത്തെ പ്ലാന്റേഷൻ കരിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു കൾട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇനി ഇതൊരു ഭാഗമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ചോളം പോലെ എന്തോ ഒരു ഐറ്റം നിൽപ്പുണ്ട്. അതെന്തോ എനിക്കറിയില്ല. അതൊന്ന് നോക്കണം ഗൈസ്. സൂര്യകാന്തി കഴിഞ്ഞ് ഗൈസ്. ഇനി ഇപ്പോൾ അപ്പുറത്ത് എന്തോ ഉണ്ടായിരുന്നു. അതെന്തോന്ന് എനിക്കറിയില്ല. അതിൻ്റെ ബോർഡൊന്നും വെച്ചിട്ടില്ല. കണ്ടിട്ടൊരു കോൺ പോലെ, ചോളം പോലെയാണ് തോന്നിയത്. ബട്ട് എനിക്കറിയില്ല എന്തുവാ. ഏതായാലും അതെല്ലാം എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ തിരിച്ച് മേളിലോട്ട് പോവാണ്. ഇനിയും എന്താ ഉള്ളതെന്ന് നോക്കാൻ. നല്ല ചൂടാണ്, നല്ല ഹോട്ടാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാരും പിള്ളേരും എല്ലാം എമ്പടി വരുന്നുണ്ട്. ഏതായാലും നമ്മൾ അടുത്ത പ്ലാന്റേഷൻ അല്ലെ ഫാമിംഗ് പാർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇനി എന്താ ഉള്ളത്? ഇനിയും ബീട്രൂട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഒന്ന് തപ്പി നോക്കണം. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സോ അങ്ങോട്ട് പോവാണ് ഗൈസ്. തപ്പാൻ പോവാണ് ഗൈസ്.